ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ സഹോദരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തെന്നാണ്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അങ്ങനെ ഷിംജിതയുടെ സഹോദരൻ പോലീസിൽ പരാതി കൊടുത്തിട്ടാണ് ഷിംജിതക്ക് ആ ബസ്സിൽ നിന്ന് ഒരാളിൽ നിന്ന് ശല്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ദീപകിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ സ്വയം ജീവനൊടുക്കിയ ദീപകിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ബസ്സിൽ നിന്ന് ഇങ്ങനൊരു ശല്യം ഉണ്ടായി. ആ ശല്യത്തെ തുടർന്നാണ് തൻ്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കേണ്ടി വന്നതെന്നുള്ളതാണ് ആ പരാതിയുടെ ഉള്ളടക്കം. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഒരു കൗണ്ടർ കേസ് വരാറുണ്ട്. ഇവിടെയും അത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഷിംജിത 7ഓളം വീഡിയോ ആണ് എടുത്തിരുന്നത്. ഈ 7 വീഡിയോകളിൽ 1-2 വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടാണ് തനിക്ക് ഇങ്ങനെ അപമാനം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഇടുന്നത്. അവരുടെ ഉദ്ദേശം അയാളെ അപമാനിക്കൽ തന്നെയാണ്. തൻ്റെ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടത്. ഇങ്ങനെ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് വളരെ ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസമാണ് അവരെ മഞ്ചേരിയിലെ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. ജയിലിൽ പോയപ്പോൾ അന്ന് രാത്രി തലേ ദിവസം ഇവർക്ക് ഭക്ഷണമില്ല. കാരണം ഇവർ വൈകുന്നേരമാണ് ജയിലിലെത്തിയത്. വൈകുന്നേരം പോയ ജയിലിൽ ഫുഡ് ഉണ്ടാവില്ല. ഫുഡ് അവിടെ കൊടുക്കുക ഒരു 3:30 മണിക്കാണ് വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുക. പിന്നെ ജയിലിൽ നേരത്തെ ഫുഡ് വാങ്ങി വെച്ച ആളുകൾ ഒരു 7 മണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുള്ളൂ. നേരത്തെ വാങ്ങിയോടെ വെക്കും. അങ്ങനെ ആരെങ്കിലും സ്നേഹം തോന്നി കൊടുത്താലായി. പിറ്റേ ദിവസം പുലർച്ചെ ഒരു ഭക്ഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ജയിലധികൃതർ പറയുന്നത്. എന്തായാലും ഇന്ന് അവർ ഭക്ഷണം കഴിക്കേണ്ടി വരും. കാരണം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇനി അവിടുന്ന് സ്വന്തമായിട്ട് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ നമ്പറൊക്കെ കൊടുത്ത് നമുക്കൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി ആ അക്കൗണ്ടിൽ നമുക്ക് കുറച്ച് കാശൊക്കെ ഒരു 2000-ഓളം രൂപ നമുക്കതിൽ സേവ് ചെയ്ത് വെക്കാം, നിക്ഷേപിക്കാം. അതിൽ നിന്ന് ആഴ്ച 2 ദിവസം നമുക്ക് ഫുഡ് കാശ് കൊടുത്ത് വാങ്ങാം. അല്ലാതെ ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്നുള്ള ചപ്പാത്തി, ഉപ്പുമാവ്, ചോറ്, ചിക്കൻ, മട്ടൻ, മീൻ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ആധാർ നമ്പറൊക്കെ കൊടുത്തിട്ട് അവർക്കൊരു അക്കൗണ്ട് തുടങ്ങി കാശ് കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങണം എന്നുണ്ടെങ്കിൽ നിലവിൽ ഒരാഴ്ച ഏറെ പിടിക്കും. അപ്പോൾ നിലവിൽ പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഒരു റിമാൻഡിൽ കഴിഞ്ഞ അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ്. സത്യം പറഞ്ഞാൽ നമുക്കിവരെ കാണുമ്പോൾ ഒരു പാവം തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നുന്നുണ്ടോ? ഇവർക്ക് ദീപകിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും നേരത്തെ ഇല്ല, തമ്മിൽ നേരത്തെ പരിചയമില്ല. ദീപകിൻ്റെ വീട്ടുകാർ കൊടുത്ത പരാതിയിലും അങ്ങനെ പറയുന്നുണ്ട്, മുൻ പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ സത്യത്തിൽ ഇവർക്കൊരു വിവരമില്ലായ്മ അല്ലെങ്കിൽ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ച വളരെ വലിയൊരു അബദ്ധമാണ് ഒരു യുവാവിൻ്റെ ജീവനൊടുക്കിയത്. ഇനി റീച്ചിന് വേണ്ടി മാത്രമാണോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു പൊതുപ്രവർത്തകയായിരുന്നു, നല്ല വിവരമുള്ള ഒരാളാണ്, സൈക്കോളജിസ്റ്റാണ്. ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസിൽ പരാതിപ്പെടാം എന്നൊരു ബോധ്യമുള്ള ഒരാളാണ്. പക്ഷേ ഇവർ ആ ബസ്സിലുള്ള ഒരാളോട് പോലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല, ബസ് ജീവനക്കാരോട് സംസാരിച്ചിട്ടില്ല. ബസ്സിലെ CCTV പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്നല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാ തെളിവുകളും ഷിംജിതയ്ക്കെതിരെയാണ്. ഇപ്പോൾ ഷിംജിത ഈ പരാതി കൊടുത്തിട്ടുള്ളത് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് സഹോദരനാണ് ഇമെയിൽ വഴി പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിക്കൊക്കെ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കൗണ്ടർ പരാതിയാണ്. പോലീസ് അതിൽ വല്ല അന്വേഷണം നടത്തിയിട്ട് അതിൽ സത്യം ഉണ്ട് എന്ന് കണ്ടാൽ നടപടി എടുക്കുമായിരിക്കും. പക്ഷേ മരണപ്പെട്ടു പോയ ദീപക് തിരിച്ചു വരില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഷിംജിതയുടെ കേസ് കേൾക്കുമ്പോൾ സഹതാപം തോന്നുന്നുണ്ടോ? എന്നാൽ പല ആളുകൾക്കും സഹതാപം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞിട്ട് ഭർത്താവിനെ ടാങ്കിലിട്ട് മൂടി ഒടുവിൽ മണത്ത് ആ വെള്ളം വൃത്തികെട്ട വെള്ളമാണെന്ന് ജനങ്ങൾ അറിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഈ ഭർത്താവിനെ കൊന്ന ഭാര്യയെ പിടികൂടി കഴിഞ്ഞാൽ ആ ഭാര്യയോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? നിമിഷപ്രിയ, ഈ മലയാളികൾ ഒന്നടങ്കം കാന്തപുരം ഉസ്താദ് അടക്കം നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നപ്പോൾ അത് നമ്മളെല്ലാവരും കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ ഇരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അതേപോലൊരു പിന്തുണ ഈ ഷിംജിതക്ക് കിട്ടാത്തത്? നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്ത, നിമിഷപ്രിയയെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മലയാളികൾ തന്നെ ഷിംജിത ജയിലിൽ പോയപ്പോൾ ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് വിടരുത്, അവൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു, മലയാളികളെ നമ്മൾ കണ്ടു. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഈ ഷിംജിതക്ക് കൊടുക്കാൻ പാടില്ല എന്ന് മലയാളി പറഞ്ഞത്. എന്നാൽ കൂടെ ജീവിക്കുന്ന ആളെ ഇഞ്ചിഞ്ചായി കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയിട്ട് ഈ വാട്ടർ ടാങ്കിലിട്ട നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി രംഗത്ത് വന്നത് കാന്തപുരം ഉസ്താദാണ്. അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് മലയാളികൾ ഒന്നടങ്കമാണ്. അപ്പോൾ ആ ആനുകൂല്യം എന്തായിരിക്കും ഇവർക്ക് കിട്ടാതെ പോയത്? വേറൊന്നും വേണ്ട, ഒരു ഭിന്നശേഷിക്കാരനായ ഒരു അറബിക്കുട്ടിനെ തുപ്പിയതിൻ്റെ പേരിൽ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ വേറൊരു മലയാളി, അബ്ദുറഹീം എന്ന് പേരുള്ളൊരു മലയാളി,
വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 44 കോടി രൂപ നൽകിയത് നമ്മൾ മലയാളികളാണ്. ആളിപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരം ആനുകൂല്യങ്ങളൊന്നും ഇവിടെ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ നഷ്ടപ്പെട്ടവൻ്റെ വേദന എൻ്റെ സഹോദരർക്കാണ് ഈ വിഷയം ഉണ്ടായിക്കണമെങ്കിൽ ഞാൻ മാപ്പ് കൊടുക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു ഭാഗം മാത്രമേ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ നടക്കുന്ന ഈ കയ്യേറ്റങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. അതൊരു ഷിംജിത കുറ്റവാളി ആയതുകൊണ്ട് മാത്രമല്ല. ഒരു പെണ്ണങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു പെണ്ണിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാമോ? എത്രയോ തവണ ബസ്സിൽ നിന്ന് സ്ത്രീകൾക്ക് മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ട്രോളുകൾ ഇപ്പോൾ വരാൻ കാരണം ഒരു സ്ത്രീ ഇവിടെ കുറ്റവാളി ആയതുകൊണ്ടാണ്. ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞാൻ ഷിംജിതാനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞു വരണ്ടേ. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല. ഞാനീ പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മലയാളികൾ നിൽക്കുന്നൊരു കാപട്യത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. സ്വന്തം ഭർത്താവിനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ നിമിഷപ്രിയക്ക് വേണ്ടി രംഗത്ത് വരാൻ നമുക്ക് മടിയില്ല. നിമിഷപ്രിയ മോചിപ്പിക്കണം, പാവമാണ്. കാരണം കൊല്ലപ്പെട്ടത് ആരാണ്? നമ്മുടെ ആരുമല്ല, അതൊരു യമൻ പൗരനാണ്. ആ യമൻ പൗരൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കരുത്, കാന്തപുരം ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയാളെ ചീത്ത പറയാണ്. കാരണം ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നില്ലേ. ഇനി വേറൊന്ന്, അബ്ദുറഹീം എന്ന് പേരുള്ള ഒരു അറബിനെ കൊന്ന ഒരാൾക്ക് പിന്നെ അവിടെ സർക്കാർ, അവിടുത്തെ ജുഡീഷ്യറി കൊടുത്തൊരു നിയമ ശിക്ഷ മാപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോടികൾ പിരിച്ചു. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ ആരെ കൂടെ നിൽക്കുന്നത്? നമ്മൾ നിയമത്തിൻ്റെയും ന്യായത്തിൻ്റെയും കൂടെ ഒന്നുമില്ല, നമ്മുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ പോലും ഷിംജിതക്കൊപ്പം നിൽക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ അവരെ സൈബർ ആക്രമണം നടത്തി ആൾക്കൂട്ട വിചാരണ നടത്താനാണ് ശ്രമിക്കുന്നത് പലരും. ഈ പ്രതികാരം അല്ലല്ലോ ഇതിൻ്റെ നിയമം. ഒരു പ്രശ്നമുണ്ടായാൽ ആളുകളെല്ലാവരും കൂടി പ്രതികാരം ചെയ്യുക എന്നുള്ളതാണോ നിയമം? അതാണോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടത്? ഒരിക്കലും അങ്ങനല്ല. പക്ഷേ ഷിംജിതയുടെ കാര്യത്തിൽ ചെയ്യുന്ന അതാണ്. ഷിംജിതയുടെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം അതാണ്. പരമാവധി പ്രതികാരം ചെയ്യുക എന്നുള്ള മനോഭാവത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അവരുദ്ദേശിച്ചത് 7 വീഡിയോ എടുത്തിട്ടുണ്ട്. ആ 7 വീഡിയോ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ ഉറച്ചു നിൽക്കുന്നു. ദീപക്കിൽ നിന്ന് അവർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഷിംജിത പറയണത്. ആ അനുഭവം ഉണ്ടായി എന്നുള്ളത് അവരുടെ ഫീലിംഗ് ആണ്. അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നിയതിൻ്റെ തെളിവായിട്ട് അവരെടുത്തൊരു വീഡിയോയിൽ അവർക്കല്ലാതെ ആർക്കും അത് മനസ്സിലാവണില്ല. ആ പറയുന്ന പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെടുത്തൊരു വീഡിയോ, ആ വീഡിയോ ജെനുവിനല്ല. അപ്പോൾ ഇവരുടെ പരാതി എന്താണ്? ഇവരുടെ തോന്നൽ മാത്രമാണ്. ഒരു പക്ഷേ ഇവർക്ക് വേറെ ബസ്സിൽ നിന്ന് സമാന അനുഭവങ്ങൾ ഉണ്ടായ ഒരു ബോധ്യത്തിലാവാം. പക്ഷേ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ തുറന്നിട്ട് ഇത് കേൾക്കാം. ഇപ്പോൾ എനിക്കൊരു മോശം അനുഭവം എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമാന അനുഭവം ഉണ്ടാകുമ്പോഴേക്ക് ഞാൻ വളരെ അലേർട്ടാവും, ഞാൻ വളരെ ട്രോമയിലാവും. ഒരു പക്ഷേ ഇവർക്ക് മോശം അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം, ആരിൽ നിന്നെങ്കിലും ബസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവർക്ക് അവിടെ ഉണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇവർ ചെയ്യേണ്ടുന്ന രീതി പോലീസിൽ പരാതി കൊടുക്കുകയോ ബസ് ജീവനക്കാരോട് പറയുകയോ അല്ലെങ്കിൽ അപ്പം തന്നെ പ്രതികരിക്കുകയോ ചെയ്യേണ്ടത്. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്തായിപ്പോയി? റീച്ച് എന്ന് മാത്രമായി. ആ റീച്ച് ഉദ്ദേശം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണല്ലോ. ഉദ്ദേശം ശരിയല്ലാതായപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും എന്തായി? ശരിയല്ലാതായി. ഇപ്പോൾ ഇവർക്ക് ജയിലിൽ കിടക്കുന്നൊരു സാഹചര്യം. മനഃപൂർവ്വം ഇപ്പോൾ ദീപക്ക് മരണപ്പെടണമെന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അവരങ്ങനെ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പിന്നെ അവർക്ക് കുറേ ക്രിമിനൽ മൈൻഡ് അവർക്കുണ്ട്. ആ വീഡിയോ ആദ്യം എടുത്തിട്ട് വിവാദമായപ്പോൾ ഒരു ബോധമുള്ളൊരു മനുഷ്യനാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ നമ്മളൊരു കാര്യം പറഞ്ഞാൽ വിവാദമായാൽ നമ്മളതിന് അപ്പോളജി കൊടുക്കുക ചെയ്യുക, മാപ്പ് പറയാൻ തയ്യാറാവുകയോ വീഡിയോ ഒഴിവാക്കുകയോ ചെയ്യും. പക്ഷേ ആ വീഡിയോ ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും വീഡിയോയുടെ ചെയ്ത്. അപ്പോൾ ഒരു മനസ്സാലോചിച്ച് നോക്ക്, ഇവരോട് സഹതാപം തോന്നേണ്ട ഒരു കാര്യമില്ല. സഹതാപം തോന്നാൻ ഞാനൊക്കെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അവർക്കൊരു ഉമ്മയും വാപ്പയും സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും അവരെ കൂടെ നിൽക്കുക ചെയ്യുക. നമ്മളൊരിക്കലും അവരെ അപമാനിക്കരുത്, ആൾക്കൂട്ട വിചാരണ നടത്തരുത്. നിയമപരമായിട്ട് കിട്ടാവുന്ന ശിക്ഷ കിട്ടട്ടെ. പിന്നെ ആ മരണപ്പെട്ടു പോയ ദീപക്കിൻ്റെ വീട്ടുകാർ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഇനി വിടരുത്, അവരങ്ങനെ ചെയ്യണം, അത് നമുക്ക് മനസ്സിലാവും, അവർ വൈകാരികമായിട്ട് പറയുകയാണെന്നുള്ളത്. പക്ഷേ പല യൂട്യൂബേഴ്സും, പാണ്ടിക്കാട് കുഞ്ഞാൻ, അൻഷിഫ് പോലെയുള്ള ആളുകൾ ചാടിക്കളിക്കാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഒരു സ്ത്രീ ആയിപ്പോയി, ഒരു സ്ത്രീ ഇൻഫ്ലുവൻസറായി, അതന്നെയാണ് അവരെ മെയിൻ. സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീയുടെ കയ്യിലെ പിഴവിനെ ആഘോഷിക്കുകയാണ് സമൂഹം. അതിനോടെന്തായാലും ഞാൻ യോജിക്കില്ല. അവർക്ക് നിയമപരമായ ന്യായമായ ശിക്ഷ കിട്ടട്ടെ. അതിലപ്പുറം നമ്മളൊരാളെ ആൾക്കൂട്ട വിചാരണ നടത്തരുത് എന്നുള്ളതാണ് പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.